وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بأحدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരരായ വിശ്വാസിനികളെ, മുസ്ലിം സഹോദരി സഹോദരന്മാർ, സർവ്വലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വളരെ പരിമിതമായ ഒരു കാലത്തേക്ക് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെട്ടവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ലോകത്ത് നിശ്ചയിച്ച ഏകദേശ കാലയളവ് പഠിപ്പിക്കുകയുണ്ടായി. 60നും 70നും ഇടയ്ക്ക്. വളരെ കുറഞ്ഞ വർഷങ്ങൾ, വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ മനുഷ്യരായ നമുക്കുള്ളത്. ഇനിയുള്ളത്, വരാനുള്ളത് അറ്റമില്ലാത്ത ലോകമാണ്. അനശ്വരമായ പാരത്രികമായ ജീവിതം. ആ ജീവിതത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാനാണ് യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ 2-ാം വചനത്തിൽ വിശദീകരിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന്. നശ്വരമായ ഐഹികമായ ഈ ജീവിതത്തിൽ അനശ്വരമായ പാരത്രികമായ ലോക വിജയത്തിനു വേണ്ടി ആരാണോ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് വിലയിരുത്താനാണ്, പരിശോധിക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഈ ജീവിതം, ഈ ജന്മം നൽകിയിട്ടുള്ളത്. മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞ ഇടത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ഫംശു ഫീ മനാകിബിഹ എന്ന്. അതിൻ്റെ ചുമലുകളിലൂടെ, ഉപരിതലത്തിലൂടെ നിങ്ങൾ നടക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ. ഫംശു ഫീ മനാകിബിഹ, അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുക. വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹുവിൻ്റെ റിസ്ക്, അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആ റിസ്ക് നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. വ ഇലൈഹി നുശൂർ, അവൻ്റെ അടുക്കിലേക്കാണ് നമുക്ക് മടങ്ങിച്ചെല്ലാനുള്ളത്. അപ്പൊ ദുനിയാവിലെ നമ്മുടെ വിഭവ സമാഹരണത്തിന് വേണ്ട വിഷയം സൂചിപ്പിച്ചപ്പോൾ നടത്തമാണ്, മഷിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. എന്നാൽ മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞിടങ്ങളിലെല്ലാം മത്സരിക്കാനും ധൃതി കാണിക്കാനും ഓടാനുമാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിന്റെ 133-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വ ജന്ന, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. ആ സ്വർഗലോകത്തിന്റെ വിശാലത അല്ലാഹു വിശദീകരിക്കുന്നത് ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം. ആ സ്വർഗം ആർക്ക് വേണ്ടിയാണ് അല്ലാഹു ഒരുക്കി വെച്ചത്? മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുമ്പോൾ വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ്. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും വസാബിഖു, നിങ്ങൾ മുൻകടക്കണം എന്നാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സൂചിപ്പിച്ചത് ഫഫിറു ഇലല്ലാഹ് എന്ന്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടണമെന്ന്. അങ്ങനെ പരലോകത്തിന് വേണ്ടുന്ന അധ്വാനങ്ങളെ കുറിച്ച് പറഞ്ഞ ഇടങ്ങളിലെല്ലാം ധൃതി കാണിക്കാനും ഓടാനും മത്സരബുദ്ധിയോടെ കർമ്മോത്സുകരായി മുന്നോട്ട് പോകാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശം നൽകുന്നത്. എന്നാൽ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിലെ വിഭവ സമാഹരണത്തിന് വേണ്ടി, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫംശു ഫീ മനാകിബിഹ, നിങ്ങൾ അതിൻ്റെ ഉപരിതലങ്ങളിലൂടെ നിങ്ങൾ നടന്നു നീങ്ങുക എന്നാണ് ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. കാരണം ദുനിയാവിൽ നമ്മൾ എത്ര വെട്ടിപ്പിടിച്ചാലും, ദുനിയാവിൽ നമ്മൾ എത്ര സ്വന്തമാക്കിയാലും നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിക്കുന്നത് വരെ നമുക്കതൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും. ഒരു വലിയ വീട് വെച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ഒരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട്, സ്വന്തമായി ഒരു ഭവനം എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വർഷങ്ങളോളം അധ്വാനിച്ച് അതിന്റെ പണിയെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുന്നതിനിടയിൽ പരലോകത്തേക്ക് യാത്രയാകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു നിമിഷ നേരം പോലും ആ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങാനുള്ള, ഒന്ന് കടന്നിരിക്കാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ
പരലോകത്തേക്ക് യാത്രയാകുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തന്റെ സ്വപ്നവാഹനം അത് റോട്ടിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് പരലോകത്തേക്ക് യാത്രയാകുന്ന വാർത്തകൾ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ശമ്പളം പറ്റുന്ന നല്ലൊരു ജോലി, നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ഒരു ജോലി കിട്ടി ആദ്യ ശമ്പളം വാങ്ങുന്നതിന് മുമ്പ് പരലോകത്തേക്ക് യാത്രയാകുന്ന ആളുകൾ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതിന് മുമ്പ് പരലോകത്തേക്ക് യാത്രയാകുന്ന ആളുകൾ, പരീക്ഷ എഴുതി റിസൾട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്, എന്നാൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ ദുനിയാവിൽ ഹയാത്തിലില്ലാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് മരണ വാർത്തകൾ കാണുകയും അറിയുകയും അത്തരത്തിലുള്ള ആളുകളുടെ ജനാസ അനുഗമിച്ചവരും മയ്യത്ത് നമസ്കരിച്ചവരുമാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഒരു അജല നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ ദുനിയാവിൽ നമ്മൾ നേടിയെടുത്ത ഈ കാര്യങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ആറടി മണ്ണിലേക്ക് നമ്മളെ യാത്രയാക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ശരീരത്തിൽ സമ്മാനിക്കുന്നത് ഒരു 3 കഷ്ണം തുണി മാത്രമാണ്. വേറെ ഒന്നും വിലപിടിപ്പുള്ള ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സമ്പാദ്യമൊന്നും ആ 6 അടി മണ്ണിലേക്ക്, ഇരുട്ടറയിലേക്ക് നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരലോകത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ, പരലോകത്തേക്ക് വേണ്ടി ഇവിടെ നമ്മൾ വിഭവ സമാഹരണം നടത്തിക്കഴിഞ്ഞാൽ അത് അറ്റമില്ലാത്ത ലോകത്ത്, അവസാനമില്ലാത്ത ലോകത്ത് അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരായ ആളുകൾ, പരലോകത്തിന് പ്രാമുഖ്യം നൽകി ദുനിയാവിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണരംഗം തൊട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗലോകത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ അറിയിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, ആ റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അതാ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് മലക്കുകൾ അവനോട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, നീ പേടിക്കേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിനക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗ്ഗത്തെ കുറിച്ച് നീ സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, മലക്കുകൾ മരണസമയത്ത് നല്ലവനായ വ്യക്തിയുടെ ആത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്, സ്വർഗലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. ആ മയ്യത്തിനോട്, ആ മനുഷ്യനോട്, ആ ആത്മാവിനോട് മലക്കുകൾ പറയുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നിങ്ങളുടെ മിത്രങ്ങളായി, കൂട്ടുകാരായി ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, എന്തെല്ലാമാണോ ആ സ്വർഗ്ഗലോകത്ത് വെച്ച് നിങ്ങൾ ചോദിക്കുന്നത്, ആ സ്വർഗ്ഗലോകത്ത് വെച്ച് എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമായ എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, അങ്ങേയറ്റം പൊറുക്കുന്നവനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെക്കുന്ന സൽക്കാരമാകുന്നു അത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സ്വർഗ്ഗലോകത്തേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് പരലോകത്തേക്ക് യാത്രയാകാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറ ഫജ്റിന്റെ അവസാന ഭാഗത്ത് കാണാം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ട അവസ്ഥയിൽ, തൃപ്തി ലഭിച്ച അവസ്ഥയിൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് നീ മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിമകൾ പ്രവേശിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നീയും പ്രവേശിക്കുക എന്ന വിളിയാളം കേട്ടുകൊണ്ട് മരിക്കാൻ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും എന്നതാണ്. അപ്പൊ മരിക്കും നേരം തന്നെ നല്ലവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടേക്കാണ് അവർക്ക് പോകാനുള്ളത്, അല്ലാഹു നടത്തിയ പരീക്ഷയിൽ താൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് കൃത്യമായി ഓരോരുത്തർക്കും ബോധ്യമാകും. നരകാവകാശികളാണെങ്കിൽ അവർ വിലപിക്കുകയാണ്. മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ
കടന്നു വരുന്ന സമയം കുറ്റവാളികളായ ആളുകൾ ഈ ജീവിതത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊട്ടിക്കരയുകയാണ്, വിലപിക്കുകയാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എനിക്ക് അല്പസമയം കൂടി ഒന്ന് നീട്ടിത്തരുമോ? എന്റെ മരണത്തിന്റെ സമയത്തെ ഒന്ന് അല്പം പുറകിലേക്കാക്കി തരുമോ? എന്തിനാ സമയം ചോദിക്കുന്നത്? അല്ലാഹുവേ ഞാൻ സത്യസന്ധനായിക്കൊള്ളാം, അല്ലാഹുവേ ഞാൻ സ്വതക്ക ചെയ്തുകൊള്ളാം. ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് അമലുകളുണ്ട്, ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അതെല്ലാം നിർവഹിക്കാൻ അല്ലാഹുവേ എനിക്ക് അല്പസമയം കൂടി ഒന്ന് അനുവദിച്ചു തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമയം നീട്ടിക്കൊടുക്കുകയില്ലെന്നാണ്. ആ സമയം മുതലുള്ള മനുഷ്യരുടെ വിലാപം നിഷ്ഫലമായി പോകുന്ന വിലാപമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടിരിക്കും. മയ്യത്ത് കെട്ടിൽ വെച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ നാശമേ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് പറഞ്ഞുകൊണ്ട് ആ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളും തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും നരകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ, നരകത്തിലെ ഭീകരമായ ശിക്ഷകൾ അനുഭവിക്കുമ്പോ, ആസ്വദിക്കുമ്പോ, അതാ നരകാവകാശികളായ ആളുകൾ ദുനിയാവിലേക്ക് തന്നെ മടക്കിത്തരാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യം, അവലം നുഅമ്മിറുക്കും, നിനക്ക് ഞാൻ അതിനൊരു സമയം തന്നിരുന്നില്ലേ, നിനക്ക് ഞാൻ ആയുസ് തന്നിരുന്നില്ലേ എന്നാണ്. വജാഅകുമുൻ നദീർ, നിന്നിലേക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ? ഇതാണ് റബ്ബിന്റെ ചോദ്യം. പിന്നെ അവർക്ക് എന്തില്ല? അവിടെ തിരിച്ച് അവരുടെ തെറ്റുകൾ തിരുത്താനോ, അവരുടെ യഥാർത്ഥമായ ആദർശം വിശ്വാസം സ്വീകരിക്കാനോ, നന്മകൾ ചെയ്ത് മുന്നേറാനോ, സ്വർഗാവകാശിയായി തീരാനോ പിന്നീട് അവർക്ക് അവസരമില്ല എന്നതാണ്. ഏക അവസരം, പരലോകത്ത് വിജയിക്കാനുള്ള ഏക ചാൻസ് ദുനിയാവിൽ മാത്രമാണ്. മരണം തൊണ്ടക്കുലെത്തിയതിനു ശേഷം പിന്നെ നമ്മൾ തൗബ ചെയ്തിട്ടോ, പിന്നെ നന്നാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടോ, നമ്മൾ നിലവിളിച്ച് യാചിച്ചതുകൊണ്ടോ ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് സമയം നിശ്ചയിച്ചത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇനി എന്റെയും നിങ്ങളുടെയും ഹൃദയം അവസാനം ഇടിപ്പുമിടിക്കാൻ ഏതാനും മിനിറ്റുകളെ, ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഒരുപക്ഷെ ബാക്കിയുണ്ടാകുകയുള്ളൂ. ആ മിടിപ്പ് പിടിച്ചാൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പിന്നെ ചാൻസ് ഇല്ല. തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. അത് ഹൈറാണെങ്കിലും ഷർറാണെങ്കിലും തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ പ്രവർത്തന ഫലം അനുഭവിക്കാനുള്ള ഇടങ്ങളാണ്, സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ലഭിച്ച ഈ അവസരത്തെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളുടെ, പരലോകത്ത് വിജയിക്കുന്ന സ്വർഗാവകാശികളായ ആളുകൾക്ക് പല വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അൽ അബ്റാർ, പുണ്യവാന്മാർ. ഇന്നൽ അബ്റാറ ലഫി നഈം, തീർച്ചയായും സ്വർഗീയമായ സുഖങ്ങൾ അനുഭവിച്ചാസ്വദിക്കുന്നത് അബ്റാറുകളാണ്, പുണ്യവാന്മാരാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. തീർച്ചയായും മുഅ്മിനീങ്ങൾക്കാണ് വിജയമുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തു ശംസിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആരാണോ മനസ്സിനെ വിശുദ്ധമാക്കിയവൻ അവൻ പരലോക വിജയം പ്രാപിച്ചവനായിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളായ ആളുകൾ. അൽ മുഫ്ലിഹൂൻ, പരലോക വിജയികൾ, സ്വർഗം നേടിയെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകിയ പേരാണ്. അതുപോലെ തന്നെ ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗ്ഗലോകത്തെ ഒരുക്കി വെച്ചത്. മുത്തഖൂൻ, മുഅ്മിനൂൻ, മുഖ്ലിസൂൻ, മുഹ്സിനൂൻ, അതുപോലെ തന്നെ മുഫ്ലിഹൂൻ എന്നൊക്കെയുള്ള പേരുകളാണ് സ്വർഗാവകാശികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അബ്റാറുകളും മുഅ്മിനുകളും
മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായി മാറുമ്പോഴാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുക. അതിന് ചില കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്, ചില ആരാധനകൾ നിർവഹിക്കേണ്ടതുണ്ട്, ചില പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതെല്ലാം വിഷയങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ലൈസൽ ബിർറാൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിൽ മാത്രമല്ല പുണ്യമുള്ളത്. എന്താണ് പുണ്യം, ആരാണ് പുണ്യവാൻ എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇപ്പൊ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചത് കൊണ്ട് മാത്രം അവൻ പുണ്യവാനായി മാറുന്നില്ല, അത് പുണ്യമായി മാറുന്നില്ല. വലാകിന്നൽ ബിർറ, മറിച്ച് പുണ്യം എന്ന് പറയുന്നത്, പുണ്യവാൻ എന്ന് പറയുന്നത് ആരാ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അല്ലാഹുവിലും പരലോകത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വാസമുള്ളവനായി മാറണം. ഈമാൻ ക്ലിയർ ആയിരിക്കണം. ഒന്നാമതായി പഠിപ്പിച്ചത് മൻ ആമന ബില്ലാഹ് എന്ന്, അവൻ അല്ലാഹുവിൽ വിശ്വാസമുള്ളവനായിരിക്കണം. അല്ലാഹുവിലുള്ള ഈമാൻ ക്ലിയർ ആയിരിക്കണം. എങ്കിലേ അവന് അബ്റാറുകളുടെ ഗണത്തിൽ, പുണ്യവാന്മാരുടെ ഗണത്തിൽ, സ്വർഗാവകാശികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ സാധ്യമായി തീരുകയുള്ളൂ. നമ്മളെ സൃഷ്ടിച്ച, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച, നമുക്ക് എണ്ണമറ്റ നിഅമത്തുകൾ നൽകി നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥനിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആരാണ് അല്ലാഹു എന്ന് കൃത്യമായി നമ്മൾ അറിയണം, കൃത്യമായി നമ്മൾ പഠിക്കണം. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിച്ചു തന്ന വിവരങ്ങളുണ്ട്. ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തന്ന വിശദീകരണങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി പഠിച്ച് എങ്ങനെയാണോ അള്ളാഹുവിൽ ഒരു വിശ്വാസിയായ നാം വിശ്വസിക്കേണ്ടത്, കൃത്യമായി നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ നമ്മൾ അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്ന ഇൽമ് ഉള്ളവരായി നിങ്ങൾ മാറണം. ഫഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു വിശുദ്ധ ഖുർആനിലൂടെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ്, സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്നോട് മാത്രമാണ് തേടുന്നതെങ്കിൽ, എന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് ജനങ്ങളോട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവനാണ്. എത്രത്തോളം അല്ലാഹു നമ്മളുമായി അടുത്തവനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ഠനാഡിയേക്കാൾ മനുഷ്യനുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണ്. അത്രത്തോളം നമ്മളുമായി അടുത്തുള്ളവനാണ്, ചേർന്ന് നിൽക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് അടുക്കാൻ മറ്റൊരു മധ്യവർത്തിയെ സ്വീകരിക്കേണ്ടതില്ല. ഒരു ജിന്നിനെയോ ഒരു മനുഷ്യനെയോ ഒരു വലിയനെയോ ഒരു പ്രവാചകനെയോ ഒന്നും അള്ളാഹുവിനോട് നമുക്കൊരു കാര്യം ചോദിക്കാൻ ഇടയിൽ ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ചോദിച്ചാൽ ഉത്തരം തരാം എന്ന് അള്ളാഹു വാക്ക് നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങളുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണ് എന്ന് അള്ളാഹു പറയുന്നു. നമ്മുടെ ഹൃദയത്തിലെ മന്ത്രങ്ങൾ വരെ, സ്വകാര്യതകൾ വരെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബെന്ന് അള്ളാഹു റബ്ബിനെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ റബ്ബിനോട് നമുക്കൊരു കാര്യം തേടാൻ ഇടയിൽ ഒരാവശ്യമില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. പരീക്ഷണങ്ങളിൽ നിന്നും ആരും ഒഴിവല്ല.
അമ്പിയാക്കന്മാർ പോലും പരീക്ഷണങ്ങളിൽ നിന്നും ഒഴിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുന്നു, വലനബിലുവന്നകും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഅ്, ഭയം നൽകി, പട്ടിണി നൽകി നിങ്ങളെ നാം പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്, ജീവനഷ്ടം, വിഭവനഷ്ടം, ധനനഷ്ടം, ഇവ കൊണ്ടെല്ലാം നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അമ്പിയാക്കന്മാർ പോലും പരീക്ഷണങ്ങളൊന്നും ഒഴിവായിട്ടില്ല. നാളെ പാരത്രികമായ ലോകത്ത്, സ്വർഗലോകത്തേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പരീക്ഷണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു 7 മക്കളെ സമ്മാനിക്കുകയാണ്. അതിൽ 6 മക്കളുടെയും മയ്യത്ത് ഹബീബായ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ കൊണ്ടെടുത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അനാഥത്വം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഉറ്റവരുടെയും ഉടയവരുടെയും മരണങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആരും പരീക്ഷണങ്ങളിൽ നിന്ന് ഈ ലോകത്തൊഴിവല്ല. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന് 1000-ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. വലിയ തോട്ടങ്ങളും പറമ്പുകളും വിശാലമായ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 16ഓളം മക്കളെ ആ പ്രവാചകന് സമ്മാനിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ധന്യതയിലായ, ഐശ്വര്യത്തിലായ ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെല്ലാം അകലുകയാണ്, ഇല്ലാതാകുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തുകളെല്ലാം കുറഞ്ഞു വരികയാണ്. പിന്നീട് അതിദരിദ്രനായി മാറുന്നു മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഭാര്യയല്ലാത്ത ആരും കൂട്ടിനില്ലാത്ത സന്ദർഭം, മാരകമായ രോഗം ബാധിക്കുകയാണ്, ശരീരത്തിൽ ആകമാനം വ്രണങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ വലിയ വേദനകൾ സഹിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോകുമ്പോ ആ രോഗശൈലിയിൽ കിടന്ന് ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരല്ലയോ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ വാചകം അതാണ്. ആരാണ് അള്ളാഹു? അള്ളാഹു കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരാണ്. അങ്ങേയറ്റത്തെ ശുക്റാണ് ആ കെലിമത്തിൽ, ആ വാചകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്റെ റബ്ബ് ആരാണ്? കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ മനുഷ്യരുടെ പ്രതികരണങ്ങൾ അങ്ങനെയായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരുമ്പോഴത്തേക്ക്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക്, ഒരു കഷ്ടപ്പാട് വരുമ്പോഴത്തേക്ക് ആകെ മാനസികമായി തളർന്ന് അള്ളാഹുവിനെ കുറിച്ച് നല്ല വർത്തമാനങ്ങൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നന്ദിയില്ലാത്ത ആളുകൾ മാറും എന്നതാണ്. ചില ആളുകളോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അല്ലെ, മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായ രോഗികള്, അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ എത്രയാ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും ഒരു പ്രതീക്ഷയില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് നല്ല വർത്തമാനം പറയാത്ത സാഹചര്യങ്ങൾ പലരിലും നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്നാൽ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അത്ര ശക്തമായ പരീക്ഷണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവേ, നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നതാണല്ലോ നാഥ. നീ എനിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകുകയും വീണ്ടും സന്താനങ്ങളെയും കുടുംബത്തെയും അല്ലാഹു സമ്മാനിക്കുകയും ധന്യത നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് തുടർന്നു വരുന്ന ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം സന്താന സൗഭാഗ്യമില്ലാതെ ദീർഘകാലം പരീക്ഷിക്കപ്പെടുകയാണ്. ആ പ്രവാചകൻ തന്റെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പങ്കുവെക്കുന്നുണ്ട്. 19-ാം അധ്യായം സൂറ മറിയമിന്റെ തുടക്കത്തിൽ കാണാം. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തന്റെ വേദനകൾ പറയുകയാണ്. റബ്ബേ, എന്റെ എല്ലുകളെല്ലാം ദുർബലമായി,
മുടിയാണെങ്കിൽ നരച്ചു തിളങ്ങുന്ന അവസ്ഥയും എത്തി. അല്ലാഹുവേ, എന്റെ ഭാര്യ ആക്കിറയാണ്. പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീകൾക്കാണ് ആക്കിറ എന്ന് പറയുക. എനിക്ക് വല്ല അങ്ങേയറ്റം വയസ്സായി, പ്രായമായി, മുടിയൊക്കെ നിരച്ച് തിളങ്ങുന്ന അവസ്ഥയായി, എന്റെ ഭാര്യയും വയോവൃദ്ധയായി, അവൾ ആക്കിറയുമാണ്. ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല. ഈ വിവരങ്ങളൊക്കെ റബ്ബിനോട് സ്വകാര്യമായി ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ്. തന്റെ മനോവേദന അല്ലാഹുവുമായി പങ്കുവെക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുവേ, ഇന്നേ വരെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതൊരു വല്ലാത്ത വാചകമാണ്. ഇന്നേ വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും പറയാവുന്ന ഏറ്റവും നല്ല ഒരു പ്രയോഗമാണ് ആ സന്ദർഭത്തിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പരീക്ഷണം വരുമ്പോഴും അതിലൊരു ഹൈർ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാത്ത ഒരുപാട് ഹൈറുകൾ ഉണ്ടാകും. അതിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും കണക്കില്ലാത്ത പ്രതിഫലം തരാനുമായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികൾ ഇട്ടു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ജമാഅത്ത് നമസ്കാരത്തിന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് പ്രതിഫലം. ഹറമിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ, മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ 1,00,000 കൂലിയാണ്. മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 പ്രതിഫലമാണ് അവിടെ വെച്ചുള്ള നമസ്കാരത്തിന്. എന്നാൽ ക്ഷമക്കുള്ള കൂലി എത്രയാണ്? ഇങ്ങനെ പല കർമ്മങ്ങൾക്കും ഇസ്ലാമിൽ കൂലി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരാൾ ക്ഷമിച്ചാൽ, പരീക്ഷണ ഘട്ടങ്ങൾ ക്ഷമിച്ചാൽ അതിനുള്ള കൂലി എന്താ? ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാലുക്കളായ ആളുകൾക്ക് കണക്കില്ലാത്ത കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുക. ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു തരിക. അതിനൊരു കണക്ക് പറയാൻ പറ്റൂല. സലാമുൻ അലൈക്കും ബിമാ സബർതും. സ്വർഗലോകത്തില് മലക്കുകൾ അതാ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്വർഗാവകാശികളായ ആളുകളോട് പറയുന്നു, സലാമുൻ അലൈക്കും ബിമാ സബർതും. ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള സന്തോഷങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയാണ്, അങ്ങനെയുള്ള സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെ മുമ്പിലേക്ക് പ്രതിസന്ധികൾ, പരീക്ഷണങ്ങളെ ഇട്ടു തരുന്നത്. ആ സമയത്ത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുവാനും പടച്ച റബ്ബിനെ കുറിച്ച് നല്ലത് പറയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ലോക ജീവിതം പരീക്ഷണത്തിനുള്ളതാണ്. ഇവിടെ നമുക്ക് ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനുള്ളതല്ല ഈ ദുനിയാവ്. നമ്മൾ ആഗ്രഹങ്ങൾ പോലെ നടക്കുകയുമില്ല ഈ ദുനിയാവിൽ. അത് സ്വർഗത്തിലാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന, ചോദിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന ലോകം സ്വർഗലോകമാണ്. ദുനിയാവ് എന്തിനുള്ളതാണ്? പരീക്ഷിക്കാനുള്ളതാണ്. പലതുകൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹുവിനൊരു കൗമിനെ ഇഷ്ടമായാൽ, അല്ലാഹുവിനൊരു കുടുംബത്തെ ഇഷ്ടമായാൽ, അല്ലാഹുവിനൊരു വ്യക്തിയെ ഇഷ്ടമായാൽ അവനെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. ഇന്ന ഇലമിൽ ജസാ മഅദമിൽ ബലാ. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് ആരാണോ വിധേയമാക്കപ്പെടുന്നതെങ്കിൽ അവർക്കാണ് ഏറ്റവും വലിയ കൂലിയുള്ളതെന്ന് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് ആരാണോ ഈ ലോകത്ത് വിധേയമാക്കപ്പെടുന്നത്, അങ്ങനെ ആ പരീക്ഷണത്തിൽ ആരാണോ സുന്ദരമായി ക്ഷമിക്കുന്നത്, അവർക്കാണ് പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിവുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു നമുക്ക് ഖൈർ നൽകിയും ശർർ നൽകിയും നമ്മളെ പരീക്ഷിക്കും. എന്ത് നൽകിയാലും അല്ലാഹു നമുക്ക് ധന്യത നൽകുമ്പോ, ഖൈർ നൽകുമ്പോ ശുക്ർ കാണിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുവാനും, അതുപോലെ തന്നെ അല്ലാഹു പ്രയാസങ്ങൾ നൽകി നമ്മളെ പരീക്ഷിക്കുമ്പോ സുബ്ർ കാണിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പ്രതിഫലം നേടിയെടുക്കാനും മുഅ്മിനീങ്ങളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ്, മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അല്ലാഹുവിൽ കൃത്യമായ ഈമാനുള്ളവരായി നമ്മൾ മാറുക എന്നതാണ്
സ്വർഗാവകാശികളായി തീരാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുള്ള വിശ്വാസം മാത്രം പോരാ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വാസം ഉണ്ടാവണം. പരലോകത്തെ ഭയന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത്. റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറ കണ്ണുകളെ നമ്മൾ ഭയപ്പെടാറുണ്ട്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ വേഗത കുറയ്ക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവൻ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണ്. ഹെൽമറ്റ് ധരിക്കാത്തവൻ ഹെൽമറ്റ് ധരിക്കുകയാണ്. കയ്യിൽ ഹെൽമറ്റ് ഇല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ആ ക്യാമറയുടെ മുന്നിൽ പെടാതെ രക്ഷപ്പെടുകയാണ്. സഹോദര, താങ്കൾ നിരീക്ഷണത്തിലാണ് എന്ന ബോർഡുകൾ കാണുമ്പോൾ, അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ കാണുമ്പോൾ മനുഷ്യർ പലപ്പോഴും ഒന്ന് ഒതുങ്ങാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സാരന്മാരായ ബീജഗണിതത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കണ്ടെത്തിയ ചില സംവിധാനങ്ങൾ, അവൻ സംവിധാനിച്ച ചില സംവിധാനങ്ങളെ മനുഷ്യരായ നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ സദാസമയവും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ടതുണ്ട്. ആർക്കാണ് സ്വർഗം? ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആരാണോ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നതെങ്കിൽ ദേഹേച്ഛയിൽ നിന്ന് തന്റെ മനസ്സിനെ ആരാണോ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നതെങ്കിൽ അവന്റെ സങ്കേതമാണ് സ്വർഗം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സ്ഥാനത്തെ പേടിച്ച് ജീവിക്കുക, പരലോകത്തെ ഭയന്ന് ജീവിക്കുക, അള്ളാഹുവിന്റെ വിചാരണയെ ഭയന്ന് ജീവിക്കുക, ആ ലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഈ ദുനിയാവിൽ ഞാൻ എന്ത് ചെയ്താലും അള്ളാന്റെ കോടതിയിൽ അതിശക്തമായ വിചാരണ നേരിടേണ്ടി വരും. അള്ളാഹു നമുക്ക് എന്തെല്ലാം നൽകിയോ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും വിചാരണയുണ്ടാകും. നമ്മുടെ ആദർശത്തെക്കുറിച്ച്, നിലപാടുകളെ കുറിച്ച് ശക്തമായ വിചാരണ നേരിടേണ്ടി വരും. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകളെ കുറിച്ച് അതിസൂക്ഷ്മമായ അതിശക്തമായ വിചാരണ അഭിമുഖീകരിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ചിന്തയുണ്ടാകണം. പരലോകത്ത് ഞാൻ അപകടത്തിലായാൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകുകയില്ല എന്ന ബോധമുണ്ടാകണം. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ലോകത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. പരലോകത്തെ രക്ഷിതാക്കൾ മക്കളെ കാണുന്നുണ്ട്, മക്കൾ രക്ഷിതാക്കളെ കാണുന്നുണ്ട്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരേ ചോരകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹ്ശറ മൈതാനിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ അവരാരും സംസാരിക്കുന്നില്ല, അവരാരും പുഞ്ചിരിക്കുന്നില്ല, അവരാരും സലാം പറയുന്നില്ല. ഖുർആൻ ആ ലോകത്തിന്റെ ഭീകരമായ അവസ്ഥ വിശദീകരിക്കുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ കാണുകയാണ്, പക്ഷേ അവൻ സംസാരിക്കുന്നില്ല, ഓടിയകലുകയാണ്. അവന് മരണസമാനമായ വേദന അനുഭവിച്ച് അവനെ നൊന്തു പ്രസവിച്ച അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണുകയാണ്. അവനെ വർഷങ്ങളോളം പാടുപെട്ട് പണിയെടുത്ത് അവനെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട വാപ്പയെയും അവൻ കാണുകയാണ്. വാപ്പയോടോ ഉമ്മയോടോ പുഞ്ചിരിക്കുന്നില്ല, അവരോടൊന്ന് സലാം പറയുന്നില്ല, അവരോടൊരു കാര്യവും അന്വേഷിക്കുന്നില്ല. അവന്റെ പ്രിയപ്പെട്ട ഇണയെ കാണുകയാണ്. ജീവനേക്കാളേറെ അവൻ സ്നേഹിച്ചിരുന്ന അവന്റെ പൊന്നോമന മക്കളെയും ആഖിറത്തിൽ വെച്ച് കാണുകയാണ്. ആരും ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ആരോടും പുഞ്ചിരിക്കുന്നില്ല, ആരും ആരോടും സംസാരിക്കുന്നില്ല. അവരവനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ അവർക്ക് ധാരാളം ഉണ്ടാകും. മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും ആ സന്ദർഭത്തിൽ മനുഷ്യന് കഴിയില്ലെന്നാണ്. മക്കളെ കുറിച്ചോ രക്ഷിതാക്കളെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയൂല എന്നാണ്. അത്രമേൽ ഭീകരമായ ഒരു ദിനമുണ്ട്. അവിടെ ശക്തമായ വിചാരണ നേരിടേണ്ടവനാണ്. അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ്. ഞാനും എന്റെ റബ്ബും ഒറ്റയ്ക്കാകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ ഭീകരമായ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യരും പാറക്കല്ലുകളുമാണ് നരകത്തിന്റെ ഇന്ധനം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നരകത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു തീപ്പിഴ വലുപ്പം ഖുർആൻ പഠിപ്പിച്ചത് മഞ്ഞ നിറത്തിലുള്ള ഒട്ടകത്തോളം വലുപ്പമുണ്ട്. നരകത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന ഒരു തീപ്പൊരി എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത്രമേൽ വലിയ തീപ്പൊരികൾ ഉയർന്നു പോകുന്ന നരകത്തിന്റെ വിറകുകളായി ഇന്ധനമായി ഖുർആൻ പഠിപ്പിച്ചത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. ആ നരകത്തെ ഭയന്നുകൊണ്ട്
ആ പരലോകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ലോകമുണ്ട്, നരകവും സ്വർഗവും ഉണ്ട്. സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുകയും നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ട പ്രവർത്തനങ്ങൾ മുഴുകുകയും ചെയ്യേണ്ടതുണ്ട്. ആ ബോധത്തോടെ, ആ വിശ്വാസത്തോടെ ആരാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് അവർക്കാണ് പരലോകത്ത് അല്ലാഹു സ്വർഗലോകത്തെ ഒരുക്കി വെച്ചത്. വൽ മലായിക, മലക്കുകളുടെ വിശ്വാസവും കൃത്യമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ ചില മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ചില മേൽനോട്ടക്കാരെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ പ്രത്യേകത? കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ അറിയുകയാണ്, അത് രേഖപ്പെടുത്തുകയാണ്. ആ മലക്കുകൾ രേഖപ്പെടുത്തിയ കർമ്മരേഖയാണ് നാളെ ആഖിറത്തിൽ ഓരോ മനുഷ്യന്റെയും കൈകളിൽ ഏൽപ്പിക്കുക. ആ സമയത്ത് പരാജിതരാകുന്ന ആളുകൾ, കുറ്റവാളികളായ ആളുകൾ ആ ഗ്രന്ഥം പരിശോധിച്ചവർ കരയുകയാണ്, അവർ വിലപിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കർമ്മരേഖയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദുനിയാവിൽ ഞാൻ ചെയ്ത നിസ്സാരമായ ഒരു പ്രവർത്തനം പോലും എഴുതാതെ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ, എല്ലാം ഇതിൽ രേഖയുണ്ടല്ലോ. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കർമ്മരേഖയാണെന്ന് പറഞ്ഞ് മനുഷ്യർ വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായി എഴുതി വെക്കാൻ, നമ്മളെ നിരീക്ഷിക്കാൻ അല്ലാഹു ചില മേൽനോട്ടക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ വിശ്വാസം കൃത്യമാവണം, അന്യോന്യമായിരിക്കണം. അങ്ങനെയായാലേ ആഖിറത്തിൽ വിജയിക്കുന്ന, രക്ഷപ്പെടുന്ന ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുപോലെ തന്നെ വൽ കിതാബ്, വേദഗ്രന്ഥങ്ങളുടെ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. അള്ളാന്റെ കിതാബുകളിലുള്ള വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. വേദഗ്രന്ഥങ്ങളിൽ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അതിൽ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ എന്ന് എല്ലാവരും വാദിക്കുന്നു. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരുപോലെ അവകാശപ്പെടുന്നു, വാദിക്കുന്നു, ഞങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശ്വാസമുള്ളവരാണ് എന്നെല്ലാവരും പറയുന്നു. എന്നാൽ ആരാണ് വേദഗ്രന്ഥത്തിൽ ഈമാനുള്ളവർ? എങ്ങനെയുള്ള ആളുകൾക്കാണ് വേദഗ്രന്ഥത്തിൽ വിശ്വാസമുള്ളവരാണെന്ന് പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 121-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, അല്ലദീന ആതൈനാഹുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അതിനെ പാരായണം ചെയ്യേണ്ട രൂപത്തിൽ ആരാണോ പാരായണം ചെയ്യുന്നതെങ്കിൽ ഉലൈക യുമിനൂന ബിഹി, അവരാകുന്നു ആ വേദഗ്രന്ഥത്തിൽ ഈമാനുള്ളവൻ. ശരിയായ വേദഗ്രന്ഥം പാരായണം നിർവഹിക്കുന്നവർ ആരാണോ, ശരിക്കുള്ള പാരായണം നിർവഹിച്ചാൽ അവർ വേദഗ്രന്ഥത്തിൽ വിശ്വാസമുള്ളവരായി തീരും. എങ്ങനെയാണ് ശരിയായ പാരായണം നിർവഹിക്കേണ്ടത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ കൃത്യമായി വിശദീകരിച്ചു തരികയാണ്, എങ്ങനെയാണ് വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ശരിയായ രൂപത്തിൽ വായിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഈ മനോഹരമായ സ്വർഗം നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നരകത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഈ ഭീകരമായ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുമ്പോ സ്വർഗത്തെ കുറിച്ചാണ് ഓതുന്നതെങ്കിൽ ഈ സ്വർഗം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. നരകത്തെ കുറിച്ചാണ് നമ്മൾ ഓതിപ്പോകുന്നതെങ്കിൽ ഈ ഭീകരമായ നരകത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോഴാണ് ശരിയായ പാരായണമായി മാറുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ആ ഹലാലുകളെ ഹലാലായി കാണാനും ഹറാമുകളെ ഹറാമായി കാണാനും കഴിയണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നമുക്ക് അനുവദിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഹറാമായി കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ വേദഗ്രന്ഥത്തിൽ ഈമാനുള്ളവരായി മാറുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്ത്
വിജയിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമെങ്കിൽ വിശ്വസിക്കേണ്ട ചില മേഖലകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരായി നമ്മൾ മാറണം. അള്ളാഹുവിലും പരലോകത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ലോകത്ത് കാഴ്ചവെക്കേണ്ടതുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വആതൽ മാല അലാ ഹുബ്ബിഹി എന്നാണ്. ധനത്തോട് ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ, പണത്തോട് ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ധനത്തെ ചിലവഴിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ആർക്കെല്ലാം നൽകണം? ദവിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക്, വൽ യതാമ, അനാഥ മക്കൾക്ക്, വൽ മസാകിൻ, പാവപ്പെട്ട മനുഷ്യർക്ക്, വബന സബീൽ, വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക്, വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്, വഫിർ റിഖാബ്, അടിമമോചനത്തിന്. ഇങ്ങനെ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന, വേദനകളും യാതനകളും അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ അള്ളാഹു അനുഗ്രഹമായി നൽകിയ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വർഗാവകാശികളായി മാറുന്നത്. അതോടൊപ്പം നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. സക്കാത്ത് കണിശമായി നൽകണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, സക്കാത്ത് കണിശമായി നമ്മൾ നൽകുകയും വേണം. നമസ്കാരത്തോടൊപ്പം 28 സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നൽകാൻ ആവശ്യപ്പെട്ടത്. ഒരാൾ പാരായണം ചെയ്യാണ് ഖുർആൻ, വഅഖീമുസ് സ്വലാ, ബാക്കി എന്തോന്നും നമ്മൾ വആതു സക്കാത്ത്, അതിനപ്പുറം ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അത്രമേൽ കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നമസ്കാരത്തോടൊപ്പം സക്കാത്തിന്. അള്ളാഹു വിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞ പലയിടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കാതിരിക്കുന്നു, നമ്മൾ മുക്മിനാകുകയില്ല. അതുകൊണ്ട് കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഇബാദാത്തുകൾ വളരെ കണിശമായി കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. തീർന്നില്ല, വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു, കരാറുകൾ ചെയ്താൽ ആ കരാറുകൾ പൂർത്തീകരിക്കണം. വാക്ക് കൊടുത്താൽ ആ വാക്ക് നമ്മൾ പാലിക്കണം. നമ്മൾ അള്ളാഹുവിന് വാക്ക് കൊടുക്കുന്നവരാണ്. നമസ്കാരത്തിൽ അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു വാക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. പിന്നെ അല്ലാത്ത ഒരു മഖ്ലൂക്കും ഉണ്ടാകാൻ പാടില്ല. അവരോട് തേടാം, ഇവരോട് തേടാം, അത് തേടിയാൽ അത് കുഴപ്പമില്ല, ഇത് തെറ്റല്ല എന്ന വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടതില്ല. അള്ളാഹുവിന് നമ്മൾ വാക്ക് കൊടുക്കുന്നതിൽ മരിക്കും വരെ ആ വാക്ക് പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തക്ബീർ കെട്ടി നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, കരാറുണ്ട്. അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ നമ്മൾ പറയുന്നത്? ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുഖി, എന്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാഹുവേ നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് നമ്മൾ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് പറയുന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മുൻഗാമികളായ വിശ്വാസികളായ മഹാരഥന്മാരായ ആളുകൾ ഇതേ വാക്ക് കൊടുത്തു റബ്ബിന്. ആ വാക്ക് പാലിച്ച് പരലോകത്തേക്ക് യാത്രയായി. ബദർ യുദ്ധത്തിൽ 14 പേർ ശുഹദാക്കളായപ്പോൾ ആ ശുഹദാക്കളുടെ പേര് വിവരങ്ങൾ നമുക്കിപ്പോഴും ആ ബദർ ഭൂമിയുടെ ഒരു മൂലയിൽ എഴുതി തയ്യാറാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. 14 ശുഹദാക്കളുടെ പേരുകൾ. അതിൽ ഒരു സ്വഹാബിയുടെ പേരാണ്, ഒരു ഷഹീദിന്റെ പേരാണ് ഉമൈർ ഇബ്നുൽ ഹുമാം. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയോ അറിയോ? 16 വയസ്സ് തികഞ്ഞിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിന് അവിടെ ഷഹീദായി, ചോരയിൽ കുളിച്ച് ഷഹീദായി കിടക്കുമ്പോ ആ സ്വഹാബിക്ക് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. ഒരു 10ാം ക്ലാസ്സുകാരന്റെ പ്രായത്തിൽ
ഒരു +1 പ്രായത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നോമ്പ് നോറ്റ് കിലോമീറ്ററുകളോളം താണ്ടി ആ മണലാരണ്യത്തിൽ പടച്ച റബ്ബിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുകയും തന്റെ ശരീരം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. അവർ കൊടുത്തു വാക്ക് അള്ളാഹുവിനോട്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വാക്ക് പാലിച്ച് പരലോകത്തേക്ക് യാത്രയായി. ഇരു കണ്ണുകൾക്കും കാഴ്ച ശക്തി നഷ്ടപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അംഗവൈകല്യം ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധക്കളത്തിലേക്ക് പോകൽ നിർബന്ധമില്ല, ഇളവുണ്ട്. എന്നാൽ ഖാദിസിയ രണാങ്കണത്തിലേക്കുള്ള വിളിയാളം കേട്ടപ്പോ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു തയ്യാറാകുകയാണ് ആ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ. കാഴ്ചയില്ലല്ലോ, മുസ്ലിം സംഘത്തിന്റെ പതാക പിടിക്കുന്നു. കൊടി പിടിക്കാനെ, പതാക പിടിക്കാനെ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ഞാൻ പിടിക്കുമെന്ന് തീരുമാനിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോ എതിരാളികളുടെ വാളിനിരയായി ഇരു കണ്ണുകൾക്കും കാഴ്ച ശക്തി നഷ്ടപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പരലോകത്തേക്ക് യാത്രയായെങ്കിൽ അവർ പ്രതിജ്ഞയെടുത്ത അതേ പ്രതിജ്ഞയാണ് ഞാനും നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തു ത്യാഗമാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്ന് ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. ദഅവത്തിന് ഇറങ്ങാൻ പറഞ്ഞാൽ പല ആളുകൾക്കും സമയമില്ല. സ്കൂൾ വർക്കിന് ഇറങ്ങാൻ പറഞ്ഞാൽ പല ആളുകൾക്കും സമയമില്ല. ഖുർആൻ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ പറഞ്ഞാൽ പല ആളുകൾക്കും സമയമില്ല. ദീനീ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ച് നിരന്തരമായ ക്ഷണമുണ്ടാകുമ്പോഴും ആ ഒരു മജ്‌ലിസിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ആ ചർച്ച ചെയ്യുന്ന സദസ്സിൽ ഒന്നിരിക്കണമെന്ന ആഗ്രഹമില്ല. പലപ്പോഴും തിരക്കുകളാണ്. നമുക്ക് പറയാനുള്ളത് ദുനിയാവിന്റെ തിരക്കാണ്. ദുനിയാവിന്റെ പേര് പറഞ്ഞ്, ദുനിയാവിന്റെ തിരക്കുകൾ പറഞ്ഞ് ഇബാദത്തിന് സമയം കാണാതെ, ദഅവത്തിന് സമയം കാണാതെ, ഖുർആൻ പഠനത്തിന് സമയം കാണാതെ, ജീവകരണ പ്രവർത്തനങ്ങൾക്ക് സമയം കാണാതെ എന്തെങ്കിലുമൊക്കെ ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്ന ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്, റബ്ബുമായി ബന്ധപ്പെട്ട ചില കരാറുകളുണ്ട്. ആ കരാറുകളിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹുമായിട്ട് മാത്രമല്ല മനുഷ്യരായി നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത്, മനുഷ്യരുമായും കരാറിൽ ഏർപ്പെടുന്നുണ്ട്. നിക്കാഹിന്റെ സമയത്തൊരു കരാറുണ്ടല്ലോ. നിക്കാഹിന്റെ സമയത്തുള്ള കരാറിനെ ഖുർആൻ ഉപയോഗിച്ച പദം എന്താണ്? മീസാക്കൻ വലിയതായ എന്നാണ്, ബലിഷ്ഠമായ കരാർ എന്നാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിന്റെ വേളയിൽ സ്വീകരിക്കുന്ന കരാറിനെ ഖുർആൻ പ്രയോഗിച്ചത് മീസാക്കൻ വലിയതായ എന്നാണ്. അതേ പ്രയോഗമാണ് നിക്കാഹിന്റെ വേളയിലുള്ള കരാറിനെയും ഖുർആൻ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഗൗരവമുള്ള കരാറാണ്. ഒരു ഉപ്പയുടെ കയ്യിൽ നിന്ന്, രക്ഷിതാവിന്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്. ആ കരാറിനോട് മരണം വരെയും നീതി പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നതോടുകൂടി വളരെ കുറഞ്ഞ വാചകമാണ് ആ കരാറിലുള്ളത്. വളരെ ചെറിയ സമയം കൊണ്ട്, കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാവുന്ന കരാർ. എന്നാൽ ഞാൻ ഏറ്റെടുത്തു, തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നതോടെ ആ വാപ്പയും ഉമ്മയും നൽകിയതിനേക്കാളും വലിയ പരിഗണനയും സ്നേഹവും ആദരവും ബഹുമാനവും നൽകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിക്കാഹിന്റെ വേളയിൽ ഓരോ ചെറുപ്പക്കാരും പ്രഖ്യാപിക്കുന്നത്. ആ ഒരു കരാറിനോടുള്ള നീതി കാണിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീകളെ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ധാരാളക്കണക്കിന് കരാറുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ശരിക്കും കുടുംബജീവിതത്തിൽ ഓരോ വർഷം പിന്നിടും തോറും, ഓരോ മാസം കഴിയും തോറും അവർക്കിടയിലുള്ള ബന്ധം, സ്നേഹത്തിന്റെ ആഴവും പരപ്പും വിശാലമാകുകയാണ് വേണ്ടത്, കുറയുകയല്ല. ഇന്ന് നമ്മൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദ്യ നാളുകളിൽ അതിശക്തമായ സ്നേഹബന്ധമായിരിക്കും, അതിശക്തമായ അടുപ്പമായിരിക്കും. എന്നാൽ കൊല്ലങ്ങൾ കഴിയും തോറും അവർക്കിടയിൽ അകൽച്ചയുണ്ടാകുകയും അവസാനം കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മനോഹരമായ ആഡംബര വീടുകൾ സ്വന്തമാക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും രണ്ട് മുറികളിലേക്ക് മാറുകയാണ്. ഒരേ റൂമിൽ കടന്നിരുന്ന, ഒരേ കട്ടിലിൽ കടന്നിരുന്ന, ഒരേ പുതപ്പിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പിന്നീട് സൗന്ദര്യം കുറയുമ്പോ, പ്രായം കൂടുമ്പോ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ രണ്ടും രണ്ട് ദിക്കിലേക്ക് മാറുന്നു. രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ ഒന്നും അറിഞ്ഞില്ല, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് എന്ന് പറയുന്നു. രണ്ടുപേരും ഒരേ വീട്ടിലാണ്, പക്ഷെ രണ്ടും രണ്ട് മുറികളിലേക്ക് മാറുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു വർഷമുണ്ട് ചരിത്രത്തിൽ, ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്.
ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായ വർഷമാണ്. എത്ര വ്യത്യാസമുണ്ട് പ്രായത്തിൽ? 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. തന്നേക്കാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഭാര്യ വഫാത്തായ വർഷമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വിഷമിച്ചത്. മക്കൾ മരണപ്പെട്ട വർഷങ്ങൾ ഉണ്ട്, അന്നും പ്രവാചകന് വിഷമം ഉണ്ടായിട്ടുണ്ട്. തന്റെ ജീവനേക്കാൾ ഏറെ തന്നെ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട സ്വഹാബാക്യത റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മാരകമായ വെട്ടുകുത്തുവേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന സുഹദാക്കളായി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനയുണ്ടായിട്ടുണ്ട്. യാസിർ കുടുംബത്തെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച കണ്ടപ്പോ കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സുബ്രൻ യാ ആലി യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണം, ഫഇന്ന മൗഇദകുമുൽ ജന്ന, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗ്ഗമാണ്. പ്രവാചകൻ വിഷമിച്ച ഒരുപാട് കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായ വർഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പറഞ്ഞല്ലോ, ഇന്നലിൽ മൗതി സകറാത്ത് വ ഇന്നലിൽ മൗതി ഗമറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയും മരണത്തിന് വല്ലാത്ത വെപ്രാളവും ഉണ്ടെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ മടിത്തട്ടിൽ തല വെച്ചുകൊണ്ടാണ്. അവസാനം പ്രവാചകന്റെ കണ്ണിൽ നോക്കി, പ്രവാചകന്റെ നോട്ടത്തിൽ നിന്ന് പല്ല് തേക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രവാചകന് പല്ല് തേച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും അറാഖിന്റെ കൊള്ളിയെടുത്ത് തന്റെ വായിലിട്ട് ചവച്ചു മയപ്പെടുത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചു കൊടുക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തേക്ക് യാത്രയാകുകയാണ്. അതിനുശേഷം ഹബീബായ നേതാവിനെ കുറിച്ച് അഭിമാനബോധത്തോടെ നിറക്കണ്ണുകളോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകമുണ്ട്, അവസാന സമയത്ത് എന്റെയും എന്റെ ഹബീബിന്റെയും ഉമിനീരുകളെ അള്ളാഹു കൂട്ടിക്കലർത്തിയെന്ന്. ഓരോ ദിവസം കഴിയും തോറും അവർക്കിടയിൽ സ്നേഹബന്ധം വളരുകയായിരുന്നു, വികസിക്കുകയായിരുന്നു. അങ്ങനെയാകണം കുടുംബജീവിതം. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു, കരാറുകൾ വല്ലതും ചെയ്താൽ ആ കരാറുകൾ പാലിക്കണം, പൂർത്തീകരിക്കണം. തീർന്നില്ല, വസ്വാബിരീന ഫിൽ ബഅസായി വദ്ദറായി വഹീനൽ ബഅസ്, വിഷമഘട്ടങ്ങളിൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ, യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ ആ പ്രയാസങ്ങളെല്ലാം സുന്ദരമായി ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. വസ്വാബിരീന, ചമാലുക്കളാകണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉലായിക്കല്ലദീന സ്വദഖു, ഉലായിക്കല്ലദീന സ്വദഖു, ഇവരാണ് സത്യസന്ധന്മാരായ ആളുകൾ. വഉലായിക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് മുത്തഖീങ്ങളായ ആളുകൾ. അപ്പൊ ആരാണ് അബ്റാറുകൾ? ആരാണ് മുത്തഖീകൾ? ആരാണ് സത്യസന്ധന്മാരായ ആളുകൾ? ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്, കരാർ പാലിക്കുന്നവരാണ്. ഇങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ തങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ നിർവഹിക്കുകയും താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളോട്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കരാറുകളോട് നീതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ കൃത്യമായ സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നവർ, അതോടൊപ്പം ഈ ദുനിയാവിലെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് നേടിയെടുക്കുന്ന ആളുകൾ, സുന്ദരമായി ക്ഷമിക്കുന്ന ആളുകൾ, ഇവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഉലായികല്ലദീന സ്വദഖൂ, ഇവരാണ് സുദ്ദീഖുകളായ ആളുകൾ, സത്യവാന്മാരായ ആളുകൾ. വഉലായിക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീകളായ ആളുകൾ. മുത്തഖീകളായ ആളുകൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചത് ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും മുത്തഖീകൾക്കാണ് വിജയസ്ഥാനമുള്ളത്. ഹദായിഖ വഅവനാബ, അവർക്ക് മനോഹരമായ തോട്ടങ്ങളുണ്ട്, മുന്തിരി വള്ളികളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മദ്യത്തിന്റെ നിറഞ്ഞ കോപ്പകൾ ലഭ്യമാണ്. ആക്ഷേപവാക്കുകളോ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ കുത്തുവാക്കുകളോ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരികയില്ല. അങ്ങനെയുള്ള സ്വർഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരാളും നമ്മളെ ആക്ഷേപിക്കുകയില്ല, ഒരാളും കുറ്റപ്പെടുത്തുകയില്ല. ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താ? നമ്മൾ എത്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും
നമ്മളെ കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും. വീടിന്റെ അകത്തുണ്ടാകും, പുറത്തുണ്ടാകും. എവിടെ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. 100% ഉറപ്പാണ്. ആക്ഷേപങ്ങൾ കേൾക്കാതെ ഒരാൾക്കും പരലോകത്തേക്ക് യാത്രയാകാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശരികൾ ചെയ്ത പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ സൂക്ഷ്മത പുലർത്തിയ ആരാണ് ഈ ലോകത്തുള്ളത്? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര വലിയ വിട്ടുവീഴ്ചയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. ത്വായിഫിലേക്ക് പോയി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോവുകയാണ് ദഅവത്തിന് വേണ്ടി. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ക്ഷീണിച്ച് തളർന്ന അവശനായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ത്വായിഫുകാർക്ക് ദഅവത്ത് നടത്തുകയാണ്. അവർ കല്ലെറിഞ്ഞു. പ്രവാചകന്റെ ശരീരത്തിൽ വലിയ പരിക്കുകൾ പറ്റി. പ്രവാചകന് വേദനിച്ചു, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മലക്കുൽ ജിബാൽ, പർവ്വതത്തിന് ചുമതലയുള്ള മലക്ക് വന്നു. അവർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ന ചോദ്യവുമായി കടന്നു വന്നപ്പോൾ അള്ളാഹു എങ്ങാനും ആ ജനതയെ നശിപ്പിക്കുമോ എന്ന് ഭയന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവർക്ക് പുറത്തു കൊടുക്കണം റബ്ബേ, അവർ അറിവില്ലാത്ത ജനതയാണ്. അല്ലാഹുമ്മ ഹ്ദി ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്ക്, അവർ അറിവില്ലാത്ത ജനതയാണ്. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ പലരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ, പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച, തന്നോടും തന്റെ സ്വഹാബത്തിനോടും മോശമായി പെരുമാറിയ, ഒരുപാട് വേദനിപ്പിച്ച ജനതയെ മക്കം ഫതഹിന്റെ സമയത്ത് പ്രവാചകന്റെ കൈകളിൽ കിട്ടുകയാണ്. ശത്രുക്കൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉടലിൽ നിന്നും തലതെറിക്കുന്ന ദിവസമാണ്. ഒരിക്കലും മുഹമ്മദും കൂട്ടരും നമുക്ക് മാപ്പ് തരികയില്ല. മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് മുഹമ്മദിനോടും കൂട്ടരോടും നമ്മൾ ചെയ്തിട്ടുള്ളത്. അവർ ഉറപ്പിച്ചു നിൽക്കുന്നത് രക്തം തെറിക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മെ വകവരുത്തുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന, പണ്ട് ക്രൂരത കാണിച്ച ആ മനുഷ്യരോട് പറഞ്ഞ വാചകം എന്താ? ഇദ്ഹബു അൻതും തുലഖാ. നിങ്ങൾ പോകുക, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ഹാദാ യൗമുൽ മർഹമ. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് നൽകുകയാണ്. പ്രവാചകന്റെ കഴുത്തിൽ ഒരാൾ തോർത്തിട്ട് മുറുക്കുകയാണ്, പണം ചോദിക്കുകയാണ്. അയാളെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള സ്വഹാബത്ത് റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, തന്റെ കഴുത്തിൽ പാടുണ്ടാക്കിയ, വേദനിപ്പിച്ച ആ മനുഷ്യൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തോ എന്ന്. അയാളെ പേടിച്ചിട്ടല്ല, പ്രവാചകനെ വേദനിപ്പിച്ച മനുഷ്യന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇങ്ങനെ വിട്ടുവീഴ്ച കാണിച്ച, അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി മനുഷ്യരോട് പെരുമാറിയ, തന്റെ ജനതയുടെ പരലോകത്തെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. പ്രവാചകൻ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പ്രവാചകന് കേൾക്കേണ്ടി വന്നത്. എന്തെല്ലാം ആരോപണങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര സൂക്ഷ്മമായ ജീവിതം ദുനിയാവിൽ നമ്മൾ നയിച്ചാലും നമ്മൾ ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നമ്മൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നാൽ സ്വർഗലോകത്തെത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള വർത്തമാനങ്ങളോ വാർത്തകളോ ഒന്നും നമ്മൾ കേൾക്കേണ്ടി വരില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കണ്ണെത്താ ദൂരം തോട്ടം, തേനിന്റെയും പാലിന്റെയും പുഴകൾ, ഊതി വെക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാം ലഭ്യമായി തീരുന്ന മനോഹരമായ സ്വർഗം. ആ സ്വർഗമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആ സ്വർഗം നേടാൻ, അറ്റമില്ലാത്ത ലോകത്ത് ആ സ്വർഗം നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കുറഞ്ഞ കാലമാണ് സൂക്ഷ്മതാ ജീവിതം നയിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനനം തൊട്ട് മരണം വരെ വളരെ കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ സമയം. ആ സമയത്ത് പടച്ച റബ്ബിനെ ഭയന്ന്, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അനുഭവിച്ചാസ്വദിച്ച്, അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് ബോധപൂർവം മാറി നിന്ന്, വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിച്ച്, ഇബാദത്തിന്റെ കാര്യത്തിൽ കണിശത പാലിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരിക്കും നേരം സ്വർഗത്തിലേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് മരിക്കാൻ, സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ ദുനിയാവിലേക്ക് പിറന്നു വീണ സമയത്ത് നമ്മുടെ കരച്ചിൽ കേട്ട ആളുകൾ പുഞ്ചിരിച്ചു. നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് എത്തിയതിനുള്ള സന്തോഷം, ആ സന്തോഷം കാരണത്താൽ
പലരും നമ്മുടെ കരച്ചിൽ കേട്ട സമയത്ത് പുഞ്ചിരിച്ചുവെങ്കിൽ, നമ്മുടെ ജനനത്തിൽ അവർ സന്തോഷിച്ചുവെങ്കിൽ, ആറടി മണ്ണിലേക്ക് നമ്മളെ യാത്രയാക്കുമ്പോൾ ആ ചിരിച്ച ആളുകൾ ഹയാത്തിലുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾ നിറയും, അവർ കരയും. നമ്മളെ യാത്രയാക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് നമ്മളെ യാത്രയാക്കുമ്പോൾ ആ മയ്യത്ത് കട്ടിലിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആറടി മണ്ണിലേക്ക് പോകാൻ, സ്വർഗലോകത്തേക്കുള്ള വിളിയാളം കേട്ട് സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് പുഞ്ചിരിക്കുന്ന മനസ്സുമായി നമ്മൾ വീട് വിട്ടിറങ്ങാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കണമെങ്കിൽ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ നിമിഷങ്ങളും മിനിറ്റുകളും സെക്കൻഡുകളും വെടിപ്പുകളുമാകുന്ന ഈ ജീവിതത്തെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ, ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ പരിശ്രമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രൂപത്തിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും കുടുംബസമേതം ഒരുമിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികളായിക്കൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കൂട്ടുകാർ, നാഥ, അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ അള്ളാഹുവെ, അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.